അതിലേക്ക് തത്സമയം befitting reply to the BJP and their politics of hate, corruption and deprivation. This is a mandate in defense of the Constitution of India and against price rise, unemployment and crony capitalism, and also to save democracy. The India bloc will continue to fight against the fascist rule of the BJP led by Modi. We will take appropriate steps at the appropriate time to realize the people's desire not to be ruled by the BJP's government, and this is our decision, and we together definitely whatever promises we have given to the people, that we will keep it up, and just I want to tell this. Thank you very much. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ സംസാരിക്കുകയായിരുന്നു. യഥാർത്ഥ ജനവിധിയുടെ ഉദ്ദേശം, മാൻഡേറ്റിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതനുസരിച്ചുള്ള രീതിയിലായിരിക്കും ഇനിയുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിതിൻ പ്രഭാകരൻ കൂടി ചേരുകയാണ്. നിതിൻ, ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ രൂപം കൊണ്ട ആശയം എന്താണ്? മോദിയെ ഭരിക്കാൻ വിടുകയാണോ, അതോ മോദി ഭരിക്കരുത് എന്ന ജനതയുടെ ആവശ്യമാണ് തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞത്? അതുകൊണ്ട് ഏത് വിധേനയും സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കത്തിലേക്ക് ഇന്ത്യ മുന്നണി പോകും, അതോ ശക്തമായ പ്രതിപക്ഷമായിരിക്കും? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ? എന്തൊക്കെയാണ് ഖാർഗെ പറഞ്ഞത്? ഇന്ത്യ മുന്നണി യോഗത്തിന് ശേഷമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളെ കണ്ടത്. മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരുമിച്ച് വന്ന് മാധ്യമങ്ങളെ കണ്ടു. മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷത്തിരിക്കും. നരേന്ദ്രമോദിക്കെതിരെ പോരാടും, NDAയുടെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ പോരാടും, പ്രതിപക്ഷത്തിരുന്ന് തങ്ങൾ പോരാട്ടം തുടരും എന്ന ഒരു സമീപനമാണ് ഇന്ത്യ മുന്നണി സ്വീകരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായി തങ്ങൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നന്ദി അർപ്പിച്ചു. 1.5 മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ സംസാരം തീർത്തിരിക്കുകയാണ്. തങ്ങൾക്ക് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും നന്ദി അർപ്പിച്ചു. കൃത്യമായ പ്രതിപക്ഷമായി ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ കൃത്യമായ നടപടികളുമായി പ്രതിപക്ഷത്തിരിക്കും എന്ന് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചതിൽ നിന്നും നമുക്ക് വ്യക്തമായിരിക്കുന്നത്. മറ്റു കുതിരക്കച്ചവടങ്ങൾക്കൊന്നും തൽക്കാലമില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. കുതിരക്കച്ചവടത്തിനൊന്നുമില്ലാതെ ഫാസിസത്തിനെതിരെ പോരാടിയതുപോലെ ഇനിയും ശക്തമായ പോരാട്ടവുമായി തങ്ങൾ ഉണ്ടാകുമെന്ന നിലപാട് മല്ലികാർജ്ജുൻ ഖാർഗെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ശക്തമായ പ്രതിപക്ഷവുമായി തങ്ങൾ ഉണ്ടാകും. നരേന്ദ്രമോദിക്കെതിരെയും ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും തങ്ങളുടെ ശബ്ദം ഇനിയും ഉയരും. അതിനുവേണ്ടിയാണ് ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് നൽകിയത്. ആ വോട്ടർമാർക്ക് നന്ദി അർപ്പിക്കുന്നു എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും, അതായത് ഒരു ശക്തമായ പ്രതിപക്ഷമായി നിലനിൽക്കും. പക്ഷേ യഥാർത്ഥ സാഹചര്യം രൂപം കൊള്ളുമ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്യുമെന്ന സന്ദേശം സൂചനകളായി ഖാർഗെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾ ചേർന്ന് രൂപപ്പെടുത്തിയ യോഗത്തിൻ്റെ ആത്യന്തിക ഫലം എന്ന നിലയിലാണ് ഖാർഗെ ഇക്കാര്യങ്ങൾ പറയുന്നത്. എന്തൊക്കെയോ കൃത്യമായ തീരുമാനങ്ങൾ അവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. തുടർന്നുള്ള മണിക്കൂറുകളിൽ അത് കൂടുതൽ വിശദമായി അറിയാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നിതിൻ, വരുന്ന മണിക്കൂറിൽ, അതായത് വരുന്ന മണിക്കൂർ വേണ്ട, വരുന്ന നിമിഷങ്ങളിൽ തന്നെ ഇക്കാര്യം നമ്മൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. യോഗത്തിനകത്ത് എന്ത് നടന്നു, എന്ത് ചർച്ചയാണ് നടന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. എന്തായാലും കാത്തിരിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത്. കാത്തിരിക്കാനുള്ള തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസരം വരുമ്പോൾ ചൂണ്ടയിടുക എന്നൊരു തീരുമാനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യ തന്ത്രജ്ഞന്മാരെല്ലാം തന്നെ പങ്കെടുത്ത യോഗമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് മനസ്സിലായിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെക്കൊപ്പം വന്ന ആളുകളുടെ ദൃശ്യങ്ങളിലൂടെ, അതായത് ശരത് പവാറുണ്ട്, അഖിലേഷ് യാദവ് ഉണ്ട്, തേജസ്വി യാദവ് ഉണ്ട്, കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാം തന്നെയുണ്ട്. ലോക്സഭയിൽ പ്രാതിനിധ്യമില്ലാത്ത കക്ഷികളെ കൂടി വിളിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതാവ് ജി ദേവരാജൻ അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആരെയും വില കുറച്ച് കാണാതെ ഇന്ത്യ മുന്നണിക്കൊപ്പം ഒറ്റക്കെട്ടായി നിന്ന മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്ത യോഗമാണ് അവസാനിച്ചത്. ക്രിയാത്മകമായ പ്രതിപക്ഷമായി
ഒപ്പമായി നിന്ന് ഫാസിസത്തിനെതിരെ ശക്തമായ ശബ്ദമുയർത്തി നരേന്ദ്രമോദി സർക്കാരിനെതിരെ, അതായത് നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി തങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവസരം വന്നാൽ, അത്തരത്തിൽ അവസരം ഒത്തുവന്നാൽ ഈ സർക്കാരിനെ മറിച്ചിടാനും തങ്ങൾ ഉണ്ടാകും എന്ന സന്ദേശം, എന്ന പ്രഖ്യാപനമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തിപ്പിടിച്ചത്. NDA യോഗത്തിന്റെ നേരത്തെ തീരുമാനപ്രകാരം അവർ ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കണ്ട കത്ത് കൈമാറും. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരപ്രകാരം ശിവസേന കത്ത് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. അവർ കത്ത് കൈമാറി 8-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്കുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. സത്യപ്രതിജ്ഞ എത്ര മണിക്കാണ് എന്ന കാര്യങ്ങൾ മാത്രമാണ് വ്യക്തത വരുത്താനുള്ളത്. 8-ാം തീയതി പുതിയ സർക്കാർ അധികാരത്തിലേൽക്കും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേൽക്കും എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷം പിൻവാങ്ങിയിരിക്കുന്നു. നരേന്ദ്രമോദി തന്നെ ഈ ദുർബലമായ സാഹചര്യമാണെങ്കിൽ പോലും ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഭരിക്കും എന്നത് വ്യക്തമായിരിക്കുന്നു. പക്ഷേ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് അത് കാലങ്ങൾക്ക് മുമ്പാണ് എതിർപ്പുള്ളവരാണ് ഈ TDPയും പല ഘട്ടങ്ങളിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ എതിർപ്പറിയിച്ചിട്ടുള്ളവരാണ് TDPയും നിതീഷ് കുമാറും ഒക്കെ. ആ സാഹചര്യങ്ങൾ മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ മുന്നണി ഒരുപക്ഷെ നടത്തിയേക്കാം. അതിൻ്റെ സൂചനകളാണ് ഖാർഗെ പറയുന്നത്, അല്ലേ? പ്രതിപക്ഷം പിൻവാങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവസരം വരുമ്പോൾ കൃത്യമായ ഇടപെടലുകൾ നടത്തും എന്ന് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായും പിന്മാറി നരേന്ദ്രമോദിക്ക് ഒരു കൃത്യമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അവസരം ഒരുക്കി കൊടുക്കുക, NDAക്ക് സുഗമമായി ഭരിക്കാനുള്ള സാധ്യത ഇനി ഇന്ത്യയിൽ ഇല്ല. അസ്വസ്ഥതകളും ആശങ്കകളും ഒരു കാർമേഘം പോലെ എപ്പോഴും നിഴലിച്ചു നിൽക്കും എന്ന സൂചന തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന തരത്തിലുള്ള സർക്കാരായിരിക്കും നരേന്ദ്രമോദിക്ക് മൂന്നാമതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ ഏറുക എന്നത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. കാരണം അവസരം വന്നാൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ത്രാണിയുള്ള നേതൃത്വമാണ് മറുഭാഗത്തുള്ളത് ഇന്ത്യ മുന്നണി. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടാകും. കൂട്ടായ ചർച്ചയുടെ ഭാഗമായി എടുത്ത തീരുമാനമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുക, എന്നാൽ 5 വർഷം പൂർണ്ണമായും പ്രതിപക്ഷത്തിരിക്കും എന്ന് ഇതുവരെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടില്ല എന്നതും കൂടി നമ്മൾ എടുത്തു വായിക്കണം. 5 വർഷവും നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ NDAക്ക് സുഗമമായി ഭരിക്കാനുള്ള അവസരം ഒരുക്കിക്കൊടുത്ത് 5 വർഷവും പ്രതിപക്ഷത്തിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷത്തുണ്ടാവും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവസരം വന്നാൽ, കൃത്യമായ അവസരം വന്നാൽ അത് മുതലെടുക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഈ കാലയളവിൽ നേതൃത്വം നൽകാൻ കഴിയുന്ന നേതൃത്വം തന്നെയാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. അവർ ആ അവസരത്തിൽ കൃത്യമായ മുതലെടുപ്പ് നടത്തും എന്നൊരു ഭയം NDAക്കും BJPക്കും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടാതെ നരേന്ദ്രമോദിയുമായി നേർക്കുനേർ പോരാടിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ചങ്ങാതിമാരായി കൂടെയുള്ളത്. തെലുങ്കുദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എല്ലാം തന്നെ, ചിരാഗ് പാസ്വാൻ അടക്കമുള്ളവർ എല്ലാം തന്നെ നരേന്ദ്രമോദിയുമായി നേർക്കുനേർ പോരാടിയവർ തന്നെയാണ്. ശത്രുക്കൾ ഒരുമിച്ചാണ് ഇപ്പോൾ മിത്രങ്ങളായി മാറിയിരിക്കുന്നത്. ഇവരുടെ സ്നേഹപ്രകടനം എത്ര കാലം കൂടെയുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. ആ ഒരു അവസരത്തിന് വേണ്ടി തന്നെയാണ് പ്രതിപക്ഷം കാത്തിരിക്കുന്നത്. ആ ഒരു അവസരത്തിൽ കൃത്യമായി ചൂണ്ടയിട്ടാൽ മീനിനെ പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുണ്ട്. നരേന്ദ്രമോദിയെ നേതാവായി പ്രഖ്യാപിച്ചാണ് NDA യോഗം അവസാനിച്ചത്. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇപ്പോൾ NDA നേതാക്കന്മാർ എല്ലാം തന്നെയുള്ളത്, BJP നേതൃത്വമുള്ളത്. ആ NDA നേതൃത്വം നരേന്ദ്രമോദിയെ മൂന്നാമതും പ്രധാനമന്ത്രിയാക്കി ജൂൺ 8-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് മുതൽ ഓരോ നിമിഷവും സ്വസ്ഥമായി ഭരിക്കാനും സ്വസ്ഥമായ തീരുമാനങ്ങൾ എടുക്കാനും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാനും ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാനും ദേശീയ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യാനും ഭരണഘടന അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനും അല്ലെങ്കിൽ ഭരണഘടന മാറ്റിയെഴുതുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കാനും വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകാനും ഇനി NDAക്കും BJPക്കും നരേന്ദ്രമോദിക്കും കഴിയില്ലെന്ന കൃത്യമായ സൂചന NDA മുന്നണിക്കും നരേന്ദ്രമോദിക്കും ഇന്ത്യ മുന്നണി ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷത്തുണ്ടാകുമെന്ന് പറഞ്ഞാൽ 5 വർഷം പ്രതിപക്ഷത്ത് ഇരിക്കുമെന്ന് എന്നല്ല സൂചിപ്പിച്ചത്, ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഉണ്ടാകും. ക്രിയാത്മക പ്രതിപക്ഷം ആവശ്യം വന്നാൽ ഭരണപക്ഷത്തേക്ക് മാറാനുള്ള നടപടിയും സ്വീകരിക്കും എന്നുകൂടി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം ഖാർഗെയുടെ വിശദീകരണങ്ങളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.